വെണ്ടക്കാക്കറി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടുകാരുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിങ്കുളം റെസിപ്പിയാണ് ഇത്. വളരെ രുചികരമായ ഈ റെസിപ്പി എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 കിലോ വെണ്ടക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കയുള്ള പശപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞതും കൂടെ തന്നെ 5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവാള നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് വഴന്നിട്ടാനായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ പോലുള്ള അരപ്പുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ സവാളകൾ എത്രത്തോളം സോഫ്റ്റായിട്ട് വഴന്നോ അതായിരിക്കും ഈ കറിയുടെ ചാറിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ആ സവാളയുടെയും വെളുത്തുള്ളിയുടെ ആ ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം കൂടി വരുന്ന സമയത്ത് 2 തക്കാളി മിക്സിയിൽ അരച്ചതും കൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒരു 7 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ വഴന്ന് ഈ ഒരു പരുവത്തിൽ എത്തുന്ന സമയത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയോ കായം പൊടിച്ചോ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നിറയെ മുളക് പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണോട്ടോ. വേറെ എരിവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വിടുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു അളവിൽ കപ്പ് നിറയെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറിയുടെ നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് തിക്നെസ് ആവശ്യമായിട്ടുള്ളത് അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും അത് തുറന്ന് നമുക്ക് 1/2 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് പുളിങ്കുളമ്പിലേക്ക് 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തും കൂടി എടുത്താൽ നമ്മുടെ പുളിങ്കുളമ്പ് റെഡിയായി. ഉണ്ടാക്കാൻ എളുപ്പവും വളരെ രുചികരമായിട്ടുള്ള ഈ കറി ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും നമ്മളിത് വെണ്ടയ്ക്ക് കിട്ടുമ്പോൾ ആദ്യം ഉണ്ടാക്കാൻ തോന്നുന്നത് ഈ കറി ആയിരിക്കും കേട്ടോ. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.